ആ രണ്ടെണ്ണത്തിന് ഒരു പണി എടുക്കണ്ട, ഇങ്ങനെ കിടന്നാ മതി കേട്ടോ. ഓ നീ കുറച്ച് നേരത്തെ എണീച്ചെന്നും പറയുന്ന അമ്മ എന്ത് വേണം? ആഹാ ഇന്നേതോ കോൾ ഒത്തിട്ടുണ്ടെന്ന് തോന്നണേ. എങ്ങോട്ടേക്കാ? ഞാനൊരു സ്ഥലം വരെ പോവാ. കാര്യം പറ. അതൊക്കെ ഞാൻ വന്നിട്ട് നല്ല വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇന്ന് എനിക്ക് ലുക്കായിട്ട് ഭംഗിയായിട്ട് പുറത്തോട്ട് പോകണം. ഇത് പോകുന്നൊക്കെ കൊള്ളാം, നേരത്തെ കാലത്ത് തിരിച്ചു വന്നേക്കണം, ഇല്ലെങ്കിൽ ഞാൻ മേഡം പിടിച്ചതിനെ പിടിച്ച് കൊല്ലും. ഇത് മേഡം ബിഷസ് അല്ല, രക്തരക്ഷസ് അങ്ങനെ പറ. അവരെ വേണം ആദ്യം ഇവിടുന്ന് അടിച്ചിറക്കാൻ. അവരെ എല്ലാം ആദ്യം പുറത്താക്കണ്ട, അതിക്കുമ്പോ ആ 3 പിശാചുക്കളില്ല അവരെയാ. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യണം. അവളുമാരുടെ 3ന്റെ ജാട. ഇനി ഒരെണ്ണം കൂടി കെട്ടിയെടുക്കുന്നുണ്ട്. അടിപൊളി. നീ എന്തോ ഈ തപ്പുന്നേ? എടി എന്റെ ലിപ്സ്റ്റിക് കാണാനില്ല. അത് എവിടെയെങ്കിലും കാണാൻ നീ മര്യാദ നോക്ക്. നോയിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. എടി 4ാമത്തെ അവള് വരുന്നതിന് മുന്നേ ഇവിടെ ഉള്ള 3നെ ആ പിശാചിനെ പുറത്താക്കണം. എടി അതൊക്കെ ഞാൻ പിന്നെ നിങ്ങൾക്ക് പുറത്താക്കാം. ആദ്യം ലിപ്സ്റ്റിക് ഒന്ന് കണ്ടുപിടിച്ചതാ. എനിക്കൊന്ന് സ്ഥലത്ത് വരെ പോണം. എടി നിന്റെ ലിപ്സ്റ്റിക് നിന്റെ ബാഗിൽ തന്നെ കാണും, പോയി നോക്ക് അവിടെ. എടി ബാഗിൽ നോക്കാൻ ഇതൊന്നും ഇല്ലടി. അല്ലെങ്കിൽ നിന്റെ ബാഗിൽ നിന്ന് ഒരു സാധനം തപ്പിയെടുക്കുന്നതിന് നല്ലത് തൃശ്ശൂർ പൂരത്തിന് ആൾ തപ്പിയെടുക്കുന്ന ഏറ്റവും എളുപ്പം. എന്റെ കൈ വാക്കിലിരിക്കുന്നത് ചുമ്മാ വാങ്ങിച്ചു കൂട്ടി. ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി നിൽക്കുക. എടി നിനക്ക് വേണമെങ്കിൽ എന്റെ ലിപ്സ്റ്റിക് എടുത്തിട്ടൂടെ? എക്സ്ക്യൂസ് മീ, നിന്റെ ലിപ്സ്റ്റിക് എടുത്ത് ഇട്ടൂടെ എന്ന് ചോദിച്ചു. ഞാൻ ബാങ്കിൽ നിന്ന് വളരെ കോസ്റ്റ്ലി ആയിട്ട് ഞാൻ മേടിച്ച ലിപ്സ്റ്റിക് ആണത്. അത് തന്നെ എനിക്ക് വേണം. 8000 രൂപയാണ് ലിപ്സ്റ്റിക്കിന്റെ വില. തുടങ്ങി അവട്ടെ പൊങ്ങച്ച. നീ അത് എവിടെ വെച്ചേ? ബാഗില്. ഇനി ബാഗ് എവിടെയെങ്കിലും വെച്ചോ? എടി ബാഗ് ഇന്നലെ അവിടെയാ വെച്ചത്. ഞാൻ വൈകുന്നേരം വരെ അതിനകത്തുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പൊ എടുത്തപ്പോ സാധനം ഉണ്ടതില്ല. ഓഹോ, അതപ്പോ ഇവിടെ നിന്നാണ് പോയിരിക്കുന്നത്. എടാ നീ എടുത്തോ. നീ എടുത്തെങ്കിൽ അത് പിന്നെ അതിന് തിരിച്ചു താ. പോടി പറ്റേ, എനിക്കെന്താ നിന്റെ ലിപ്സ്റ്റിക്? പിന്നെ അത് ആരെടുക്കാനാ? ലവൾമാര് തന്നെ. അല്ലെങ്കിൽ ഇന്നലെ വൈകിട്ട് വരെ ഉണ്ടായിരുന്ന സാധനം ഇന്നത് കാണുന്നില്ലെങ്കിൽ അവൾമാര് തന്നെയല്ലേ സംശയിക്കണ്ടേ? അത് പോയിന്റ്. അവളുമാർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിക്ക് ചാടി പുറപ്പെടാതെ. അപ്പൊ ഒന്നും ചെയ്യണ്ടേ? ചെയ്യണമല്ലോ. നമ്മുടെ ആവശ്യം എന്താ? അവൾമാരെ ഇവിടുന്ന് പുറത്താക്കണം, ആ പിശാശി മേടത്തിനെ ഇവിടുന്ന് പുറത്താക്കണം. അപ്പൊ നിന്റെ പ്ലാൻ എന്താ? അതറിയത്തില്ല. പിള്ളേരുടെ ലിപ്സ്റ്റിക് തപ്പി പിടിക്കും പിള്ളേരെ. അവളുടെ ഒരു ലിപ്സ്റ്റിക്ക്. ഹലോ, പറയടാ പവി. ഉറങ്ങുമല്ലേ നീ? എന്തിനാ ഡിസ്റ്റർബ് ചെയ്യണേ? ഇവിടെ കിടന്ന് ഉറങ്ങണ്ട് രണ്ടും. എന്താ? അയ്യോ ഇങ്ങോട്ടൊന്നും കേറി വരല്ലേ. നീ കണ്ടല്ലോ ഇവിടുത്തെ പ്രശ്നം. ആ വെളിയിൽ വരാം. വെളിയിൽ എവിടെയും വെച്ച് കാണാടാ, ഞാൻ പറയാൻ വിളിക്കാം. ശരി. കിടന്ന് ഉറങ്ങണോ? എനിക്ക് പണിയെടുക്കൂല, ഒരു കുന്തവും ഇല്ല. പിള്ളേര് നന്നായി പണിയെടുക്കുന്നുണ്ടല്ലോ. ഡീ നോക്കി കൂടുതൽ സംസാരിക്കരുത്. എന്റെ പണി അങ്ങനെ നീ എടുത്ത് കാണിച്ചാ ഞാൻ ഈ മുടിയും മൊട്ടടിച്ച് ഒരു പുള്ളിയും കുത്തി റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. പിന്നെ ഇത്രയും പാടില്ലല്ലോ പണിയെടുക്കാൻ വേണ്ടിട്ട്. എനിക്ക് വിശക്കുന്നു. എന്റെ ദൈവമേ, കാക്കവെല്ലാം മലർന്നു ഉറക്കണ്ട. ഇവളുടെ വയറിന് വിശക്കാൻ ഒരു ചാൻസ് അവള് കൊടുത്തല്ലോ. എടി നീ എന്തുവായി പറയുന്നത്? അവളുമാരുള്ളത് കാരണം നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഞാനത് പറയാതിരിക്കായിരുന്നു കേട്ടോ. എങ്ങനെയല്ല 3 ചവിട്ടി വെളിയിൽ ഇറക്കണോടി. രാവിലെ തന്നെ തുടങ്ങിക്കോളൂ അവരുടെ ടോപ്പിക്ക്. ഒന്നും മിണ്ടായിരുന്നോ? പിന്നെ എന്ത് ചെയ്യണോ നീ പറയണത്? നീ ഇവിടെ നടക്കുന്ന സംഭവമൊക്കെ കാണണല്ലേ. എന്തെങ്കിലും വള്ളി ഒപ്പിച്ചോണ്ട് വന്നാണ്ടല്ലോ ഞാൻ നൈസാച്ച് സ്കൂട്ടാവും, പറഞ്ഞില്ലാന്ന് വേണ്ട. വള്ളിയും കുന്തോന്നുമില്ല. എന്റെ നല്ല അടിപൊളി മാസ്റ്റർ പ്ലാൻ ഇരിക്കും. നമുക്ക് വർക്കൗട്ട് ആക്കാം. എടി പെണ്ണെ, നീ വെറുതെ വള്ളിക്കെട്ട് കേസൊന്നും എടുക്കല്ലേ. അവളുമാര് 3 പേരും കൂടെ ഇടിച്ച് പഞ്ചറാക്കും. എന്നാ പിന്നെ ഇവിടെ ചോരപ്പുഴ ഒഴുകും. ഒരു കൊതുകിനെ കൊന്ന അത്ര ഇത് ചോര ഒഴുകത്തില്ല. രാവിലെ എണീറ്റോണ്ടെന്നെ ഒന്ന് നിർത്തണ്ട, എന്റെ വായിലിരിക്കണ കേൾക്കും. ഇവിടെ ഇപ്പൊ എന്താ സംഭവം? അവരെ എങ്ങനെ ഒതുക്കുന്നല്ലേ നോക്കണ്ട, അല്ലാണ്ട് രണ്ടും കൂടെ ഐഡി ഉണ്ടാക്കേണ്ടത്. അല്ല, ഇവിടുത്തെ സംഭവം എന്നറിയോ? ഇപ്പൊ ഞാൻ എങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങും. അതാണ് എന്റെ പ്രശ്നം. മര്യാദയ്ക്ക് കിടക്കി വേണേ.
പുള്ളിക്കാരി വിളിക്കണ്ട്, മാഡം വിളിക്കണ്ട്. മിണ്ടല്ലേ. ഹലോ, എന്തു പറ്റി മാഡം? ശരി, ഇപ്പൊ വരാം. എഴുന്നേക്ക്, മാഡം വിളിക്കണം. എന്നെയല്ലേ വിളിച്ചാ, നീ പോകും. എന്നല്ല വിളിച്ച, 3 പേരും കൂടി ചെല്ലാനാ പറഞ്ഞു. എനിക്ക് എന്തിന്? ഞാൻ അരമണിക്കൂർ മുന്നേ പുറപ്പെട്ടെന്ന് പറ. ഓ പിന്നെ എനിക്ക് ഇറങ്ങി വാ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കണല്ലോ. എനിക്ക് അടക്കങ്ങോട്ട്. എന്തിനായിരിക്കും വിളിച്ചത്? അത് അവിടെ ചെന്നല്ല അറിയത്തുള്ളൂ. അല്ലേക്കണല്ലേ പിന്നത്തേക്ക്. മാഡം, ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ. എന്ത്? അവരെന്തെങ്കിലും ചെയ്യുമെന്ന്. എന്തായാലും അവരാ ഇത് ചെയ്തെന്ന് തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. തെളിയാനൊന്നുമില്ല മാം. ഇന്നലെ വരെ ഇവളുടെ ബാഗിലുണ്ടായിരുന്ന സാധനമാണ് അത്. ഇന്നതില്ലെങ്കിൽ അത് അവൾമാർ തന്നെയാണ്. എന്തായാലും അവര് വരട്ടെ, നിങ്ങൾ ക്ഷമിക്കും. അല്ല, ഇതിപ്പം കണ്ടോ മാഡം, മാഡം വിളിച്ചിട്ട് എത്ര നേരമായി? അവര് വന്നില്ല. എന്തോ ഉടായ്പ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പൊ അവര്. മാഡം, എനിക്ക് ഇവരുടെ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. മാഡം എന്തിനാ മാഡം ഞങ്ങളെ വിളിപ്പിച്ചേ? എന്തിനായിരിക്കും വിളിപ്പിച്ച? ഇവളുമാര് വല്ല ഉടായ്പൊപ്പിച്ചല്ലേ? അല്ലേടി? എന്റെ ലിപ്സ്റ്റിക് എടുത്തിട്ട് മതിക്ക് തിരിച്ചാ. ഏത് ലിപ്സ്റ്റിക്ക്? അയ്യോ, ഒന്നും അറിയത്തില്ല മാഡം. ഇവളുമാര് കള്ളം പറയുന്ന. ഇവരുമാര് തന്നെ എടുത്തേ. പെണ്ണെ കൂടുതലൊന്നും കളിക്കല്ലേട്ടാ. ചാരു, മാഡം, ഇവര് പറയണതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഈ ജെനിഫറിന്റെ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്ക്. നമുക്ക് എന്തിനാണ് മാഡം ഇവളുടെ ലിപ്സ്റ്റിക്ക്? മാഡം എന്താ ഉദ്ദേശിക്കുന്നേ? ചാരു, അത് നല്ല കൂടിയ ബ്രാൻഡഡ് ലിപ്സ്റ്റിക് ആണ്. മര്യാദക്ക് എടുത്തിട്ട് തിരിച്ചാ. എത്ര രൂപ? 8000. അയ്യോ, 8000 രൂപയുടെ ലിപ്സ്റ്റിക് ആണോ നീ ഇടുന്നേ? മാഡം, സത്യമായിട്ട് ഞങ്ങൾ പറയാം, ഞങ്ങൾക്ക് ഇവളുടെ ലിപ്സ്റ്റിക് എടുത്തിട്ട് യാതൊരു ആവശ്യമില്ല. മാഡം, സിനിമയിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ 3 മേടിച്ചു കൊടുക്കും. നല്ല ആക്ടിങ്. നീയേ ആദ്യം തന്നെ നിന്റെ ഈ കൂട്ടുകാരികളടുത്ത് പോയി ചോദിക്കും അവരെ കയ്യിലുണ്ടോന്ന്. എന്നിട്ട് ഞങ്ങൾ അടുത്ത് കയറി ചൂടാവും. നിങ്ങൾ എല്ലാരും റൂമിൽ പോയി ചെന്ന് നോക്ക്. നിങ്ങളെ കയ്യിൽ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവിടെ തന്നെ കൊണ്ടുവെക്കും. എന്റെ മാഡം, ഞങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. ഞങ്ങൾക്ക് എന്തിനാണത്? നിങ്ങൾ എല്ലാവരും ചെന്ന് നോക്കേ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കട്ടാ, സ്വന്തം റൂമിൽ പോയി നോക്ക്. അതാ ഞങ്ങളല്ല പറയണ്ട. എടി ദിവ്യേ, നീ പറഞ്ഞ ശരിയാടി. ഇവർക്കൊക്കെ വല്ല സിനിമയിൽ അങ്ങനെ വല്ല ചാൻസ് അങ്ങനെ മേടിച്ചു കൊടുക്കണം. പെണ്ണെ കൂടുതൽ പറഞ്ഞാൽ ഇടിച്ച് നിന്റെ പല്ല് ഞാൻ താഴ്ത്തിടും. തല്ലി നോക്കുന്നേ. തല്ലോടി. പിന്നെ എന്റെ ബാഗിൽ സാധനം പൊടി. ആ, നീ വെച്ച സ്ഥലത്ത് പോയി നോക്കണോടി. എന്റെ അടുത്തല്ല പോയിക്കണ്ടത്. കളിക്കുന്ന എന്റെ അടുത്ത്. ലിപ്സ്റ്റിക് കുറ്റം പറയുന്നു. എടുത്തതും പോരാ, പറയുന്ന കേട്ടോണം. ലിപ്സ്റ്റിക് നമുക്ക് എന്തിനാ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് എതിരായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കാം. ഹലോ, ആണോ? ഓ, ഓക്കേടി, ഞാൻ മാനേജ് ചെയ്തോളാം. ബൈ. എന്തുവാടി? എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചതാ. ആര്? ഒരു കൂട്ടുകാരി സുഖമാണോ ചോദിക്കാൻ വേണ്ടി. നീയൊക്കെ സമയം പോലെ ചെയ്. എന്ത് ചെയ്യാന്നോ? ഇപ്പൊ മനസ്സിലായില്ല ഉൾമാരുടെയൊക്കെ തനി സ്വഭാവം. ഇനി ഉൾമാരുടെ ഞാൻ ക്ഷമിക്കത്തില്ല. ഇന്നോട്ടോ ഇവിടെ യുദ്ധം നടക്കും. യുദ്ധം. വാ പാടി. എടി, എന്തുവാടി കാര്യം? എടി, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? സാധനം കിട്ടി. എന്ത് സാധനം? എടി, ലിപ്സ്റ്റിക് കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ? ആ ലിപ്സ്റ്റിക് ഇന്നലെ കാണാൻ പോയി എന്റെ കൂട്ടുകാരുടെ ബാഗിനകത്ത് കിടപ്പുണ്ട്. അടിപൊളി, വാ പോവാം. എങ്ങോട്ടേക്ക്? ഇനി ഇവിടെ നിർത്തത്തില്ലല്ലോ. ലിപ്സ്റ്റിക് കിട്ടി അവളമാരോ അറിഞ്ഞ തീർന്നു. പിന്നെ എടി, ഇനിയിപ്പൊ എന്ത് ചെയ്യൂടി? ഇവിടെ അപ്പയെ പറഞ്ഞാല് ഫുള്ളും നോക്കാനാന്ന്. എടി, അതിന് ഞാൻ അറിഞ്ഞോ? ഇവൾക്കെല്ലാം മാഡത്തിന്റെ കംപ്ലൈന്റ് കൊടുക്കുക. ഇത്ര വലിയ തിടുക്കം. വെറുതെ വഴക്കിടാതെ എങ്ങനെ ഉപയോഗിക്കാന്നല്ല. അതുള്ള ഫ്രണ്ടിന് വാങ്ങിച്ച് ഉപയോഗിച്ചാ പോരെ? നിന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്നുണ്ട് ആര്യേ? നീ എന്താ ഉദ്ദേശിച്ചേ? ലിപ്സ്റ്റിക് കിട്ടിയാൽ നമുക്കെല്ലാം അറിയത്തുള്ളൂ. നമ്മളിത് ആരോടും പറയണ്ട. എന്നിട്ടെന്ത്? അവര് പകരം വീട്ടാൻ വരും. എന്നിട്ടത് അടിയാവും. ലാസ്റ്റ് മാഡം അവരെ പുറത്താക്കും. അത് വേണ്ട. നമുക്കേ അവരെ കള്ളികളാക്കിയ ദേഷ്യത്തില് മാഡത്തെ അവരെന്തെങ്കിലും ചെയ്യുന്നതാക്കി തീർത്താലോ? ഓ, ഡാർക്ക്. എടി, മാഡത്തിന് എന്ത് ചെയ്യാനടി? ഇടി, തട്ടിക്കളയാനൊന്നും അല്ല.
പിന്നെ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അതിൻ്റെ കൂടെ ഈ ലിപ്സ്റ്റിക്കും കൂടെ അങ്ങ് മേടിക്കാം. അത് കൊള്ളാം. കുഴപ്പമൊന്നും ആവൂലല്ലേ? ഒരു കുഴപ്പവും ആവൂല. ഇല്ലേ. എടി നമുക്ക് റെഡിയാകാം. ഇത് സെറ്റാണ്. ഓക്കെ റെഡിയാകാം. എന്താടാ ചേർത്ത് ഞാൻ അവിടെ കേട്ടോ എന്തിന് ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നു. ഫീൽ ചെയ്തേ? എൻ്റെ ഫ്രണ്ടിൽ നല്ല ചൂട് ചായ ഇരിക്കണത്. ഉച്ച വരുവേ. പോമ്പള്ളി പോവും. അയ്യോ അല്ല, ഞാൻ ഇപ്പൊ ചെയ്യും. ഞാനൊരു കാര്യം പറയാനല്ലേ വന്നത്. പറ, എന്തൊരു കാര്യം പറ. കുറെ നേരം ഇവിടെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കണം. പറ. എടാ മര്യാദക്കൊന്നും ഇരിക്കുവോ? പറ. എടാ ആ പെമ്പിള്ളേരെ കൊണ്ട് ഒരു നിവൃത്തി ഇല്ലാണ്ടിരിക്കുവാ. ഏത് പെമ്പിള്ളേര്? ഞങ്ങളുടെ കൂടെ താമസിക്കണില്ലേ, അവരെ കൊണ്ട്. ഏത് മറ്റേ ചുരുണ്ട പൊടി? അവളെ എനിക്ക് അന്നാ അറിയാം. നമ്മളെ വിഷയം അവള്. എടാ അതല്ല, പിന്നെ മറ്റേ ടീമിൽ ആരെയും തിരികെ. ആളെ ഇറങ്ങണോ? അടിക്കണോ? ചങ്കച്ചോള പയ്യന്മാരുണ്ട്, ഇറങ്ങിയാ. നീ തമാശ കഴിയുമ്പോ പറ നിന്റെ. ഞാൻ തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. ഞാൻ ഇങ്ങനെ ആക്ഷൻ ഇടുന്നുണ്ടെന്നേ സീരിയസ് ആയിട്ട് കാര്യം ഡീറ്റ് പറ. എന്താണ് വിഷയം എന്നുള്ള പറ. എടാ നമ്മുടെ ജെനിഫർ ഇല്ലേ കൂട്ടത്തില്, ജെനിഫറിന്റെ ഒരു 8,000 റുപ്പീസിന്റെ ലിപ്സ്റ്റിക് എന്തോ കാണാണ്ട് പോയെന്ന്. 8,000 രൂപയുടെ ലിപ്സ്റ്റിക്ക്. ആ മാഡം ഞങ്ങളെ വിളിച്ച് ഭയങ്കര ഷൗട്ടിങ് ആയിരുന്നു. എന്നാലും 8,000 രൂപയ്ക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടോ ഇവിടെ? ഇവിടെ ബാക്കിയുള്ള 300 ചട്ടി കിടന്നു. എടാ ഇപ്പോഴത്തെ വിഷയം അതാണോ? ഇപ്പൊ സ്ട്രെസ് ചെയ്യേണ്ട ആ കാര്യമാണോ? അല്ല അല്ല, നിങ്ങളെ അതിന് കുറ്റം പറഞ്ഞു മേഡത്തിന്റെ അടുത്ത് പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. മാഡം എന്നിട്ട് ചീത്ത വിളിയായിരുന്നടാ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ കാര്യം തോന്നുന്നു. എനിക്കറിയോ, വെറുതെ ഞങ്ങളെ സംശയിച്ചിട്ട് എന്തായിരിക്കും? എനിക്ക് എന്താ ആവശ്യം ഇരിക്കണം എടുക്കണ്ട, അല്ലെങ്കിൽ അവർക്ക് എന്താ ആവശ്യം ഇരിക്കണം എടുക്കണ്ടത് അല്ലേ? എന്ത് ചെയ്യും ഇപ്പൊ അതിന്? നീ എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഇടപെടണോ? വേണ്ട, ഞാൻ ഇടപെട്ടോ. പിന്നെ ആരും എടുത്തോണ്ട് പോയത് ഈ ലിപ്സ്റ്റിക്ക്? എടാ പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇവര് ഈ മാഡത്തിന്റെ റൂമിൽ പോയി കാര്യം പറഞ്ഞ് തിരിച്ചിറങ്ങിയില്ലേ, അപ്പൊ ഈ ജെനിക്കൊരു കോള് വന്നു. കോള് കട്ട് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു എന്താ അറിയാം, ഇവളുടെ കയ്യിൽ ഈ സാധനം കിട്ടിയിട്ടുണ്ട്. നൈസായിട്ട് കളിക്കുവാന്നാ തോന്നണേ. അങ്ങനെയാണെ വെറുതെ വിട്ടുകൂടാ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നിന്നെന്തിനാ വിളിക്കണേ? എന്നെ വിളിക്കണം എന്താ വെച്ചാൽ മോറൽ സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട്. വേണ്ട, അതിന്റെ സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ വന്നത് തന്നെ എനിക്ക് കുറച്ച് സമാധാനത്തിന് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. സമാധാനം കിട്ടിയില്ലേ? കണ്ട കിട്ടിയില്ലേ? അതൊക്കെ കിട്ടി. അതാണ് പറഞ്ഞത്, എൻ്റെ അടുത്തൊന്നും സമാധാനം കിട്ടും. ഒരു ആശ്വാസമായില്ലേ? ഞാൻ ചായ കൊടുക്കട്ടെ. വേറെ ഒരു കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടാ. സമാധാനം ഇട്ടിരിക്കും. ഞാനപ്പോ പോയി ഡീൽ ചെയ്യട്ടെ. ഓക്കെ 10 മിനിറ്റ് ഇരിക്കും. 10 മിനിറ്റ് ഇരുന്നു ഡ്രസ്സൊക്കെ ചെയ്ത് പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നില്ല. 10 മിനിറ്റ് പ്ലീസ്. ഒരു 5 മിനിറ്റ് ഇരിക്കും. 10 മിനിറ്റ് 5 മിനിറ്റ് ഞാൻ 5 മിനിറ്റ്. പുതിയ ഷർട്ടാ ഇച്ചി വാങ്ങിച്ചോ? എങ്ങനെയുണ്ട്? നല്ല വാങ്ങിയിട്ടുണ്ട്. ഷർട്ട് എവിടെ? എന്റെ ഷർട്ട് എവിടെ? നീ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലോ. എടാ ഞാൻ ജോലിക്ക് കയറിയിട്ടല്ലേ ഉള്ളൂ, വാങ്ങിച്ചു തരാം. തന്നാ മതി. കോഫി കുടി. എനിക്കിപ്പോഴും മനസ്സിലായില്ല നീ പടക്കം തിരക്ക് എന്തിനാ വാങ്ങിയെന്ന്. ഇതേ എൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്റ്റൽ ചെയ്തൊരു പരിപാടിയാ. എന്ത്? എടി ഇത് കത്തിച്ച് മാഡത്തിന്റെ തലയിൽ എറിഞ്ഞു കൊടുക്കാല്ലേ? ഇനി അതൊന്നും അല്ലേ ബുദ്ധൂസേ. പിന്നെ നമ്മ ഒരു ടൈം ബോംബ് പൊട്ടിക്കാൻ പോവാ. ടൈം ബോംബോ? എനിക്ക് അപ്പോഴേ തോന്നി ഇത് നല്ല രീതിക്ക് അവസാനിക്കില്ലെന്ന്. എടി ഇത് വളരെ ഈസിയുള്ള പരിപാടിയാണേ. നമ്മ ഒരു പടക്കം എടുത്ത് ഈ ചന്ദനത്തിരി കെട്ടി വെച്ചിട്ട് അത് മാഡത്തിന്റെ റൂമിന് ചുറ്റും കൊണ്ട് വെക്കുന്നു. എന്നിട്ട് ഈ ചന്ദനത്തിൽ തീരാറാകുമ്പോഴത്തേക്കും പടക്കം പൊട്ടില്ലേ? നമ്മളവിടെ ഇല്ല. എന്നിട്ട് നമുക്ക് ഈ തിരി കയറ്റി ഇറക്കി പല സൈഡിലായിട്ട് വെക്കാം. അപ്പൊ പല ടൈമിലായിട്ട് പൊട്ടത്തില്ലേ? ഒരെണ്ണം നമുക്ക് നമ്മുടെ റൂമിന്റെ അവിടെ വെക്കാം. എന്നിട്ട് നമ്മളെ മാഡത്തെ അവൾമാരെ ഉപദ്രവിക്കാന്ന് വിചാരിച്ച് മാഡം തന്നെ അവരുടെ പുറത്താക്കിക്കോളും. നിനക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോ? നീ ആവശ്യ സൃഷ്ടിയുടെ മാതാവെന്ന് കേട്ടിട്ടില്ലേ? ആ മാതാവിനെ ഇപ്പൊ ഞാൻ കണ്ടു. എടി നമ്മളെ പിടിക്കില്ലായിരിക്കുമല്ലോ അല്ലേ? ആരും കാണാണ്ട് രാത്രി അങ്ങ് പോയാൽ മതിയെന്നേ. അതെ, നമുക്കിത് പൊട്ടോന്ന് നോക്കിയാലോ? എന്റെ വായിൽ വെച്ച് പൊട്ടിച്ചോക്ക്. മനുഷ്യരോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേ അവൾക്ക്. ഇല്ല, അവിടെയും ബായില്ലേ, അവിടെ വെച്ച് പൊട്ടിക്കാം. അതെ, ഞാനേ 2 എണ്ണം കൊണ്ട് അവിടെ വെക്കാം. പിന്നെ ആ പിശാശിന്റെ റൂമിലും. നിങ്ങൾ അതുകൊണ്ട് കിച്ചണിലും വെക്കും. ബാക്കി 2 എണ്ണം മതിയാ? 5 എണ്ണം വേണ്ടേ? 2 എണ്ണം കൂടെ ആക്കാന്ന്. പിന്നെ ഓക്കെ. പൊട്ടു വെച്ച സമയത്തിന്
കേട്ടോ. ഒറ്റ ദിവസം കണ്ട രണ്ടാമത്തെ പോയി പണിയെടുക്കാൻ നോക്കും. ഒരു കാര്യം മറ ചെയ്തില്ല. വാ പറയില്ല നീക്കും ഞങ്ങള് കത്തിച്ച് തരട്ടെ. ബോധം പോയെന്നാണ്. പോകാൻ വരട്ടെ പോകാൻ വരട്ടെ. പോണേന് മുന്നേ ഈ കിടക്കണ പ്രോപ്പർട്ടി നിങ്ങൾ എടുത്തോണ്ട് കേട്ടാ. എന്താ ഇത്? അത് മാഡം വൈകുന്നേരം ഭയങ്കര കൊതുകായോണ്ട് അതിനെ കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഈ പിള്ളേരുണ്ടായിരുന്നത് കൊണ്ടേ ഞാൻ എല്ലാം അറിഞ്ഞു. പിന്നെ നമ്മ ഒരു ടൈം ബോംബ് പൊട്ടിക്കാൻ പോവാ. നമ്മളെ മേടത്തെ അവൾമാരെ ഉപദ്രവിക്കാന്ന് വിചാരിച്ച് മാഡം തന്നെ അവരോട് പുറത്താക്കിക്കോളും. മാഡം ഞങ്ങൾ പറയുന്നു വിശ്വസിക്കും മാഡം. എനിക്കൊന്നും വയ്യ നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിക്കാനായിട്ട്. അതെങ്ങനെയാണ് മാഡം? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നസെൻസിറ്റി പ്രൂവ് ചെയ്യണ്ടേ? ഞാനൊന്ന് നോക്കട്ടെ. ഈ സാധനത്തിനെ പിടിച്ചോണ്ടേ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. മാഡം പ്ലീസ് മാഡം, ഇതിൽ ഞങ്ങളുടെ ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് ഇനി ഞങ്ങൾ ചെയ്യൂല മാഡം. വേണ്ട മാഡം, ഇനിയും മാഡത്തിന്റെ നേരെ ഒരു ബോംബായിരിക്കും അറിയാമോ ഒന്ന്. മാഡം പ്ലീസ് മാഡം, ഞങ്ങളുടെ ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് ഇനി ഞങ്ങളെ ഒന്നും ചെയ്യൂല. I don't want any explanation. മാം ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. ലാസ്റ്റ് വേണമെങ്കിൽ ഇനി എന്തെങ്കിലും കാണിക്കണം, ഞങ്ങൾ അപ്പം പുറത്താക്കിക്കോ. No, ഈ കുട്ടികൾ വന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അറിഞ്ഞു, അല്ലെങ്കിൽ ഇവരെയും ഞാൻ തെറ്റിദ്ധരിച്ചേനെ. മാഡം പ്ലീസ് മാഡം പ്ലീസ്. അല്ല മാഡം, അവർക്കൊരു അവസരം കൂടി കൊടുക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് പറ്റത്തില്ല. മാഡം ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുത്തിട്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, നീ കളഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അതെന്റെ കയ്യിലോട്ട് താ. അതെനിക്ക് ഉപയോഗിക്കാനല്ല, നീ ഉപയോഗിക്കാറാകുന്നു എന്ന് എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ നിനക്ക് തിരിച്ചു തന്നേക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കൊള്ളണം. ഞാൻ തരാം. ഒരു കാര്യം ചെയ്യ്, ചെല്ല്. ഇപ്പൊ എല്ലാരും മുറിയിലോട്ട് ചെല്ല്. ചെല്ല്, എല്ലാരും ചെല്ല്. കുറെ എണ്ണം അവിടുന്ന്. മോളെ, ഇപ്പൊ ഞങ്ങൾ ക്ഷമിച്ചു വിട്ടത് എന്തിനാന്നറിയോ? ഇവിടെ നോക്ക് മക്കളെ, നിന്നെയൊക്കെ അങ്ങോട്ട് എളുപ്പം പറഞ്ഞു വിട്ടാലേ ഞങ്ങൾ എങ്ങനെ നിനക്കൊക്കെ ഇട്ട് പണി തരും? മോത്തോക്കുന്നില്ലേ? മോത്തോക്കടി. അതുകൊണ്ടേ നോക്കിയിരുന്നോ, നല്ല 8ന്റെ പണി ഞങ്ങൾ തരുന്നുണ്ട്. കേട്ടല്ല? ആ പിന്നെ ആ കിടക്കുന്ന പാഴ്സൽ എടുക്കാൻ മറക്കണ്ട കേട്ടാ. പാടി. കോപ്പിൽ ഐഡിയ. എടി